ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, വേറൊരു സിറത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. സോ ദിസ് ഈസ് ദാറ്റ് സിറം. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ പ്ലസ് 10% നിയാസിനമൈഡ് സിറമാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4 വീക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സിറത്തിൻ്റെ റിവ്യൂ പറയാനാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആസ് യു ഓൾ നോ, ഇതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെ നൈസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ. സോ റൈസ് വാട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസ് പൗഡർ വെച്ചിട്ടുള്ള DIYs. അപ്പോൾ നമ്മളതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു റൈസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ചെയ്യും, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിലെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു 10% നിയാസിനമൈഡ് ആണ്. നിയാസിനമൈഡ് ഒരു വളരെ നല്ലൊരു ആക്റ്റീവാണ്. നമ്മുടെ ഫേസിൽ ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ്. സോ അത് നമ്മുടെ വൈറ്റമിൻ B3 വാട്ടർ സോല്യൂബിൾ ഫോം ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനെ നന്നായിട്ട് സൂത് ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഇത്. 2 ഇൻഗ്രീഡിയൻ്റ് അല്ലാതെ സ്ക്വാലിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിൽ ആഡഡ് ആണ്. സോ അതിൻ്റെ മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യും, അതുപോലെ തന്നെ ആക്നെ റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. സോ ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ പ്ലസ് നിയാസിനമൈഡ് സിറം എന്ന് പറയുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി സിറമാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ മാക്സിമം വേറെ വൈറ്റമിൻ C, സാലിസിലിക് ആസിഡ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ആക്റ്റീവ് മാത്രം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. മേ ബി ഇപ്പോൾ എല്ലാം കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഒത്തിരി വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേജർ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ നല്ലതാണ്. എൻ്റെത് ഓയിലി സ്കിന്നാണ്, പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇത് പാരബൻ ഫ്രീ ആൻഡ് ക്രുവാലിറ്റി ഫ്രീ ആണ്. ആൻഡ് ഗൈസ്, മൂവിങ് ഓൺ ടു ദ റേറ്റ്. ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് ഫോർ 15 ml 349 റുപ്പീസാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പിന്നെ നമുക്ക് 30 ml അവൈലബിൾ ആണ്. 30 ml 649 റുപ്പീസാണ്. പക്ഷേ ഇത് അത്ര റേറ്റ് ആണെങ്കിലും വർത്ത് ഇറ്റ് ആണ്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു ഡീമെറിറ്റ് ഫീൽ ചെയ്തത്, ഇത് ആക്ച്വലി എൻ്റെ കാലിയായൊരു ബോട്ടിലാണ്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ കുറച്ച് പ്രശ്നമാണ്. കാരണം നമുക്ക് ഫുൾ പ്രോഡക്റ്റ് ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, ഇതിൻ്റെ വാൾസിൽ ഈ ബോട്ടിലിൻ്റെ ചുറ്റും സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഫുള്ള് പ്രോഡക്റ്റ് കിട്ടില്ല. പിന്നെ നമുക്ക് ഫിംഗർ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, ഫുൾ പ്രോഡക്റ്റ് കണ്ടാമിനേറ്റഡ് ആവും. സോ അങ്ങനെ ഒരു ഡീമെറിറ്റ് ഉണ്ട്. ഈ ആപ്ലിക്കേറ്ററിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ആകെ ആ 15 ml ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ 1 ml പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ഞാൻ രണ്ടാമതും ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കൊളാബറേഷനോ ഒന്നുമല്ല, എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ ക്വിക്ക് അബ്സോർബിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് കണ്ടോ, വൈറ്റ് കളറിലാണ്, ഒരു മിൽക്കി കൺസിസ്റ്റൻസിയാണ്. കണ്ടോ, ഒരു 3 to 4 ഡ്രോപ്സും വേണം നമ്മുടെ ഹോൾ ഫേസ് കവർ ചെയ്യാൻ. കണ്ണിന് ചുറ്റുമൊക്കെ ഇട്ട് കൊടുക്കാം.
ഇതിന് ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ആഡഡ് ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒരു കുറച്ചൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. പക്ഷേ ഇറ്റ്സ് ടോളറബിൾ. ഭയങ്കര എക്സ്ട്രീം ഫ്രാഗ്രൻസോ ഭയങ്കര സ്മെല്ലോ അങ്ങനെയൊന്നുമല്ല. ഒരു മൈൽഡ് സ്മെല്ല്, ആഡഡ് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സോ ആ ഒരു സ്മെല്ല് ഇറ്റ്സ് ടോളറബിൾ ബട്ട് ഇറ്റ്സ് നൈസ്. പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി അബ്സോർബിങ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് കിട്ടുന്ന പോലും അറിയത്തില്ല. നല്ലൊരു മോയ്സ്ചറൈസേഷനാണിത് നമ്മുടെ ഫേസിൽ അപ്ലൈ. പിന്നെ എനിക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു 1 മന്തായി, ഞാൻ പറഞ്ഞല്ലോ 1 മന്തായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഫേസ് നല്ല ഒന്ന് സോഫ്റ്റായി സ്മൂത്തൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. സോ നിയാസിനമൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞു വരാൻ, ലൈക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടി വരാൻ അറൗണ്ട് ഒരു 3 to 4 വീക്സ് എടുക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് ചോദിച്ചാൽ അത് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 3 to 4 വീക്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിസൾട്ട്, ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിവിടെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, നല്ല ഡാർക്കായിരുന്നു ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് കുറച്ച് ഫെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പം ഡാർക്ക് സ്പോട്ടൊക്കെ ഫെയ്ഡായി വരും. സോ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു 3 to 4 വീക്സ് എടുക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടാൻ. സോ ഇത് നമുക്ക് മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാം. സോ ഞാൻ ആദ്യത്തെ ഒരു 1 വീക്ക് മോർണിംഗും നൈറ്റും യൂസ് ചെയ്തു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നൈറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത്ര നല്ലതാണ്, ബട്ട് മോർണിംഗും നൈറ്റും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, നല്ലൊരു ഫേസ് വാഷ് വെച്ച് ക്ലെൻസ് ചെയ്യുക. പിന്നെ ഒരു ടോണർ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് അന്ന് അബ്സോർബായി പോകാൻ വെയിറ്റ് ചെയ്യുക. സോ ടോണർ ഓപ്ഷണലാണ്, ടോണർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഓപ്ഷണലാണ്. സോ ടോണർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു അതിനുശേഷമാണ് നമ്മൾ ഈ സെറം അപ്ലൈ ചെയ്യേണ്ടത്. മുഖത്ത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഞാനിപ്പോൾ ചെയ്തില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഭയങ്കര ഹാർഷായിട്ടിട്ട് ക്രീം തേക്കുന്ന പോലെ തേക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, അതൊന്ന് അബ്സോർബ് ആയി പോയിട്ട് യു ക്യാൻ യൂസ് എ മോയ്സ്ചറൈസർ. സോ മോയ്സ്ചറൈസർ ഇല്ലെങ്കിലും ഓക്കെ, ഇപ്പം അത് അല്ലാണ്ട് നമുക്കൊരു മോയ്സ്ചറൈസേഷൻ കിട്ടും ഈ ഒരു സെറത്തിലൂടെ. സോ ഗൈസ്, സോ ഇതാണ് എൻ്റെ ഈ ഒരു ഫേവറിറ്റ് നിയാസിനമൈഡ് റൈസ് വാട്ടർ സിറത്തിൻ്റെ റിവ്യൂ. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ഞാൻ പിന്നെ പറയുകയാണ്, എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഒരു പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല, നല്ല ക്ലിയർ ആയിരുന്നു സ്കിന്ന്. പിന്നെ അടിപൊളി പ്രോഡക്റ്റാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കി വയ്ക്കും, സ്മൂത്ത് ആക്കി വയ്ക്കും, ആക്നെ പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യും. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സിറം ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു പ്ലമ്മിൻ്റെ 10% നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ സിറം. അപ്പോൾ നിങ്ങൾക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ലീവ് യുവർ കമൻറ്റ്സ് ഓൺ ദ കമൻറ്റ് സെക്ഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ലവ് യു ഓൾ.